എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസം എത്തുമ്പോൾ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശിയൊക്കെ മാറുകയാണ്. ഈ പ്രധാന ഗ്രഹങ്ങളിലെ മാറ്റങ്ങൾ ഇടവൻ രാശിക്കാരുടെ കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി വരുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, പ്രണയം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നും എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ ഈ മാസത്തെ പ്രധാന ഗ്രഹനില എന്ന് നോക്കാം. സെപ്റ്റംബർ 16 വരെ 4-ാം ഭാവമായ ചിങ്ങത്തിലാണ് സൂര്യൻ നൽകുന്നത്. അതിനുശേഷം 5-ാം ഭാവമായ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതാണ്. ചൊവ്വ സെപ്റ്റംബർ 18 വരെ ധനഭാവമായ 2-ാം ഭാവത്തിൽ മിഥുനത്തിലും തുടർന്ന് 3-ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നു. ബുധൻ സെപ്റ്റംബർ 7 വരെ ചിങ്ങത്തിലും തുടർന്ന് 26-ാം തീയതി വരെ കന്നിരാശിയിലുമാണ്. അതിനുശേഷം തുലാം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. വ്യാഴം 3-ാം ഭാവമായ കർക്കിടകത്തിൽ ഉച്ചസ്ഥനായി നിലകൊള്ളുന്നു. ശുക്രൻ 6-ാം ഭാവമായ തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലത്തോടെയാണ് നിൽക്കുന്നത്. ശനി ലാഭഭാവമായ 11-ൽ മീനൻ രാശിയിലാണ്. രാഹു 10-ാം ഭാവത്തിലും കേതു 4-ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. ഈ ഒരു ഗ്രഹനില വെച്ചിട്ടാണ് ഇന്നത്തെ ഫലങ്ങൾ നോക്കുന്നത്. ആദ്യം തന്നെ തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നോക്കാം. 10-ാം ഭാവത്തിലെ രാഹുവും 11-ലെ ശനിയും ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ഒരു മുന്നേറ്റം നൽകുന്നതാണ്. ജോലിയൊക്കെ ഉള്ളവർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസയും പുതിയ ചുമതലകളും ഒക്കെ ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. എന്നാൽ സെപ്റ്റംബർ 16 വരെ സൂര്യൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജോലി സ്ഥലത്ത് അനാവശ്യ തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതെ സൂക്ഷിക്കണം. അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും നിൽക്കരുത്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തമൊക്കെ സ്ഥാപിക്കാൻ ചിന്തിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ്. സെപ്റ്റംബർ 18-ന് ശേഷം ചൊവ്വ 3-ാം ഭാവത്തിലേക്കൊക്കെ രാശി മാറുന്നതോടെ നിങ്ങളുടെ ധൈര്യവും കാര്യശേഷിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. പഴയ കുടിശ്ശികകളൊക്കെ പിരിഞ്ഞു കിട്ടാനും പുതിയ പാർട്ട്ണർഷിപ്പിലൊക്കെ ഒപ്പുവയ്ക്കാനും ഈ സമയത്ത് വഴി തെളിയുന്നതാണ്. മാസാവസാനം ബിസിനസ്സുകാർക്ക് നല്ല രീതിയിലുള്ള പുരോഗതിയും ഉണ്ടാകുന്നതാണ്. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായി ഇടവൻ രാശിക്കാർക്ക് ഈ മാസം അനുകൂലമാണ്. 11-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് സ്ഥിരമായ ഒരു വരുമാനത്തിനൊക്കെ വഴിയൊരുക്കുന്നതാണ്. സെപ്റ്റംബർ 18-ാം തീയതി വരെ 2-ലെ ചൊവ്വയുടെയൊക്കെ സാന്നിധ്യം കാരണം അപ്രതീക്ഷിതമായ ചില ചിലവുകളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ മാസത്തിൻ്റെ 2-ാം പകുതിയോടെ ധനപ്രവാഹമൊക്കെ വർദ്ധിക്കുകയും സമ്പാദ്യമൊക്കെ ഉയർത്താൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സെപ്റ്റംബർ 16-ന് ശേഷമുള്ള സമയമായിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 4-ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. അതുപോലെ സെപ്റ്റംബർ 16 വരെ സൂര്യൻ്റെ സാന്നിധ്യവുമുണ്ട്. അത് കാരണം കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. സംസാരത്തിലൊക്കെ അല്പം നിയന്ത്രണമൊക്കെ പാലിക്കുക. എന്നാൽ വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ളതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ പോകുന്നതുമാണ്. പ്രണയിക്കുന്നവർക്ക് സെപ്റ്റംബർ 7-ന് ശേഷം അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ബുധൻ കന്നിരാശിയിലേക്ക് സംക്രമിക്കുന്നതോടെ പരസ്പര ധാരണയൊക്കെ വർദ്ധിക്കുകയും പ്രണയബന്ധങ്ങളൊക്കെ വിവാഹത്തിലേക്ക് വഴിമാറാനുള്ള ചർച്ചകളൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. സെപ്റ്റംബർ 7-ന് ശേഷം ബുധൻ കന്നിരാശിയിലൊക്കെ എത്തുന്നതോടെ ബുദ്ധിശക്തിയും ഏകാഗ്രതയും ഒക്കെ വർദ്ധിക്കും. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയവും കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ അത്യാവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ, ഉദരരോഗങ്ങളെ അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്നിവയൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിലൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായ വ്യായാമമൊക്കെ ശീലമാക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും സഹായിക്കുന്നതാണ്. ഈ മാസത്തെ ദോഷഫലങ്ങളൊക്കെ മാറി
ആഗ്രഹിച്ച രീതിയിൽ ഐശ്വര്യമൊക്കെ വരാൻ ഇടവൻ രാശിക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്താണെന്ന് നോക്കാം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയൊക്കെ അർപ്പിച്ച് വഴിപാട് നടത്തുകയോ ചെയ്യുക. ദിവസവും രാവിലെ സൂര്യഗായത്രി ജപിക്കുന്നത് 4-ാം ഭാവത്തിലെ ദോഷങ്ങളൊക്കെ അകലാൻ സഹായിക്കും. അതുപോലെ ചൊവ്വാഴ്ചകളിൽ ഗണപതിക്ക് കർഗമാല സമർപ്പിക്കുന്നത്, പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നതൊക്കെ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ നല്ലതാണ്. വെള്ളിയാഴ്ചകൾ മഹാലക്ഷ്മിക്ക് വെളുത്ത പൂക്കൾ അർപ്പിക്കുന്നത് ധനസമൃദ്ധിയും നൽകുന്നതാണ്. 2026 സെപ്റ്റംബർ മാസം ഇടവൻ രാശിക്കാർക്ക് മൊത്തത്തിൽ നേട്ടങ്ങളും ചില ജാഗ്രതകളും ഒക്കെ നിറഞ്ഞതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.